തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടേറുകയാണ്. ടിവികെ അധ്യക്ഷൻ വിജയുടെ റോഡ് ഷോ തിരുപ്പൂരിൽ ആരംഭിച്ചു. ഇന്ന് വേലൂരിലും തിരുപ്പത്തൂരിലുമാണ് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ പര്യടനം. തിരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രിക ബിജെപി പുറത്തിറക്കി. ഷാരിഖ് നവാസ് ഉണ്ട് തിരുപ്പൂരിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി. ഷാരിഖ്, അപ്പോൾ തമിഴ്നാട്ടിലും തിരഞ്ഞെടുപ്പ് പ്രചാരണമെല്ലാം ചൂടേറുകയാണ്. ഇപ്പോൾ വിജയുടെ റോഡ് ഷോ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? എന്തെല്ലാം സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഷാരിഖ്? ക്രിസ്റ്റീന, ഞാനിപ്പോൾ നിൽക്കുന്നത് അവിനാശിയിലാണ്. തിരുപ്പൂർ ജില്ലയിലെ അവിനാശിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അല്പസമയത്തിനകം ടിവികെ അധ്യക്ഷനും നടനുമായ വിജയുടെ റോഡ് ഷോ ഇതുവഴി കടന്നു വരും. ഇവിടെ 2 മണിക്കൂറുകളായി ആളുകൾ അക്ഷമരായി കാത്തു നിൽക്കുകയാണ്. ചെറിയ പൊടിക്കുരുന്നുകളുണ്ട്, അതുപോലെ തന്നെ സ്ത്രീകളുണ്ട്, വയോധികരുണ്ട് ഉൾപ്പെടെയുള്ള വലിയ ആൾക്കൂട്ടമാണ് ഈ പ്രദേശത്ത് വിജയെ കാണാനായി ഇവിടെ കാത്തു നിൽക്കുന്നത്. അതായത് ടിവികെ അധ്യക്ഷൻ വിജയ് ഇപ്പോൾ അല്പസമയത്തിനകം റോഡ് ഷോയുമായി ഈ വഴി കടന്നെത്തും. കോയമ്പത്തൂർ വിമാനത്താവളം ഇറങ്ങിയ വിജയ് കോയമ്പത്തൂരിൽ നിന്ന് അപ്പോൾ അങ്ങനെ വിജയുടെ രാഷ്ട്രീയ റാലി ഇങ്ങനെ പുരോഗമിക്കുകയാണ്. തമിഴ്നാട്ടിലെ ഈ ഒരു തേർതലിൽ എന്ത് സംഭവിക്കും എന്നാണ് നമ്മളൊക്കെ നോക്കിക്കാണുന്നത്. ഈ വിജയുടെ സഹചാരിയായിട്ടുള്ള ആദവാർജുന പറഞ്ഞത്, വിജയെ എവിടെ പോയാലും ആൾക്കാർക്ക് അറിയാം, വിജയ് ചെല്ലുന്നിടത്ത് ആളുകൾ ഇങ്ങനെ കൂടുകയാണ്. പക്ഷേ എം കെ സ്റ്റാലിൻ പോയി ഒരു ചായക്കടയിൽ നിന്നാൽ പോലും അദ്ദേഹത്തെ ആർക്കും മനസ്സിലാകുന്നില്ല. മറ്റൊരു പരിഹാസമൊക്കെ വലിയ ആവേശത്തിലാണ് ഇവര്. തിരഞ്ഞെടുപ്പ് ചിഹ്നമായ വിസിൽ ഉൾപ്പെടെ അത്തരത്തിൽ വലിയ ആവേശമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. കുട്ടികൾ ഉൾപ്പെടെ യുവതികൾ ഉൾപ്പെടെ നിറയെ ആളുകൾ ഈ പ്രദേശത്ത് തടിച്ചുകൂടിയിട്ടുണ്ട്. പോലീസ് വലിയ സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട് ഈ ഭാഗത്തേക്ക്. അല്പസമയത്തിനകം വിജയുടെ റോഡ് ഷോ കടന്നു വരും. അപ്പോൾ വിജയ് എത്തുന്നിടത്തൊന്നും ഒരു അനൗൺസ്മെന്റിന്റെ ആവശ്യമില്ല. ആളുകൾ ഇങ്ങനെ തിങ്ങിക്കൂടുകയാണ്. മാത്രമല്ല നേരം കാത്തിരുന്നാലും വിജയെ കണ്ടേ ഞങ്ങൾ മടങ്ങും എന്നുള്ള ആവേശത്തിലാണ്. മാത്രമല്ല ടിവിക്ക് താൻ വോട്ട് പോടും എന്നാണ് പറയുന്നത്. അപ്പോൾ വോട്ട് ഈ ആൾക്കൂട്ടം വോട്ടായി ഷാരിഖ് തുടരുകയാണ്. ഷാരിഖ്, ഇപ്പോൾ എത്ര നേരം കാത്തു നിന്നാലും വോട്ട് ടിവിക്ക് തന്നെ അവർ പറയുന്നുണ്ട്. എല്ലായിടത്തും വിജയ് ചെല്ലുന്ന എല്ലായിടത്തും തന്നെ ഇതുപോലെ ഒരു വലിയ ആരാധക കൂട്ടം. അത് ആരാധക കൂട്ടമാണോ അതോ വോട്ടേഴ്സ് ആണോ എന്നുള്ളത്, ഈ കൂട്ടമൊക്കെ വോട്ടായി മാറുമോ? എന്താണ് അവിടുത്തെ ഒരു സ്ഥിതി? ക്രിസ്റ്റീന, രസ്ന, അതായത് നമ്മളിപ്പോൾ കാണുന്നതിൽ യുവാക്കളുണ്ട്, അതുപോലെ തന്നെ വോട്ടില്ലാത്ത ചെറിയ കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, വയോധികരുണ്ട്. അത് വലിയ ഒരു ആൾക്കൂട്ടമാണ് ഈ പ്രദേശത്തെല്ലാം കാണാൻ കഴിയുന്നത്. ഇവർ 2 മണിക്കൂറുകളായി, അതായത് കത്തി ജ്വലിക്കുന്ന വെയിലാണ്, ഈ വെയിലിലും ഇവർ 2 മണിക്കൂറായി കാത്തു നിൽക്കുന്നുണ്ട്. ഇവർ അതിൽ പലരും നമ്മൾ ചോദിക്കുമ്പോൾ തിരുപ്പൂരുകാർ തന്നെയാണ്. അപ്പോൾ ഇവർ വോട്ടർമാരാണ്. ഇവർ വിജയ്ക്ക് തന്നെ വോട്ട് ചെയ്യും. അതുപോലെ തന്നെ എത്ര നേരമാണെങ്കിലും വിജയെ കണ്ട ശേഷം മാത്രമേ ഈ പ്രദേശത്ത് നിന്ന് മടങ്ങൂ എന്നുള്ള ഉറപ്പിന്മേലാണ് ഇവർ നിൽക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഏറ്റവും കൂടുതൽ സ്ത്രീകളുണ്ട്, യുവാക്കളുണ്ട്, അതുപോലെ തന്നെ കുട്ടികളുണ്ട്. ചെറിയ പൊടിക്കുരുന്നുകൾ വരെ ഇവിടെ നമുക്ക് പലയിടത്ത് കാണാൻ കഴിഞ്ഞു. വലിയ ആൾക്കൂട്ടമാണ് ആ ഭാഗത്തേക്ക് ഉള്ളത്. ഇവിടെ നിന്ന് റോഡ് ഷോ ആയിട്ട് പെരുമാനല്ലൂരിലേക്കും അവിടേക്ക് എത്തിച്ചേരും. അവിടെയാണ് റോഡ് ഷോ അവസാനിക്കുക. അങ്ങനെ കിലോമീറ്ററുകൾ താണ്ടി എത്തുന്ന ഒരു റോഡ് ഷോയാണ് ടിവികെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ടിവികെയുടെ അധ്യക്ഷനായ നടനുമായ വിജയ് തന്നെയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. അത്തരത്തിൽ വലിയ ആവേശമാണ്. കാരണം നമ്മൾ ഇവരുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ വിസിൽ ഉൾപ്പെടെ മുഴക്കിക്കൊണ്ടാണ് ഇവർ ഇവിടെ ആഘോഷം നടത്തുന്നത്. ഇതിൽ വലിയ നമ്മൾക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും എത്രത്തോളം ആവേശമുണ്ടെന്ന്. കാരണം വിജയ് ചെല്ലുന്നിടത്തെല്ലാം ആൾക്കൂട്ടമാവുകയാണ്. ഒരു ക്രൗഡ് പുള്ളറായിട്ടുള്ള ഒരു മാസ് ലീഡറായി മാറുകയാണ് വിജയ്. അത് വോട്ടാകുമോ എന്നുള്ളത് ചോദിച്ചാൽ അത്തരത്തിൽ ഇത് ശരിക്കും തെരഞ്ഞെടുപ്പ് കണ്ടു തന്നെ അറിയണം. പക്ഷേ നമ്മളിവിടെ പല ആളുകളോടും ചോദിച്ചു, ഇത്തരത്തിൽ വിജയുടെ പാർട്ടി ടിവിക്ക് എത്രത്തോളം സ്വാധീനമുണ്ടാക്കും തമിഴ്നാട്ടിൽ എന്ന് പറഞ്ഞപ്പോൾ മാറിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം DMK-ക്കും അതുപോലെ തന്നെ ADMK-ക്കും വലിയ വെല്ലുവിളിയായി മാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. ഇവരെല്ലാം ഞങ്ങൾ വിജയ്ക്ക് തന്നെ വോട്ട് ചെയ്യും എന്നുള്ള ഉറപ്പിന്മേലാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത്. വലിയ രീതിയിൽ പോലീസ് ഇവിടെ സംരക്ഷണം ഒരുക്കിയിട്ടുണ്ട്. കയർ ഉൾപ്പെടെ കെട്ടിയാണ് ഇവിടെ സംരക്ഷണം ഒരുക്കിയിട്ടുള്ളത്. നിറയെ പോലീസുകാരെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. ഇതാ വിജയുടെ റോഡ് ഷോ കടന്നു വരികയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിജയുടെ റോഡ് ഷോ കടന്നു വരുന്നുണ്ട് ഈ പ്രദേശത്തേക്ക്. വലിയ ആൾക്കൂട്ടം ചിന്നിച്ചിതറുന്ന നിലയിലേക്കാണ് പോകുന്നത്. കൂടുതൽ അപകടങ്ങൾ ഇല്ലാതിരിക്കാനുള്ള മുൻകരുതലുകൾ പോലീസ്
സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ പോലീസിന്റെ കയ്യിലൊന്നും ഒതുങ്ങുന്ന ഒരു അവസ്ഥയിലല്ല ഈ പ്രദേശം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. കാരണം താൽക്കാലികമായി കെട്ടിയ ഒരു കയറും സാധാരണമായി ഉപയോഗിക്കുന്ന ഒരു ബാരിക്കേഡും മാത്രമേ ഉള്ളൂ. ഇത് മറികടന്ന് പ്രവർത്തകർ ചാടിക്കടക്കാൻ വലിയ സാധ്യതയുണ്ട്. പോലീസ് പരമാവധി ശ്രമിക്കുന്നുണ്ട്. പോലീസ് അവരെ ഒതുക്കാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത്തരത്തിൽ അത് പോലീസിന്റെ കയ്യിൽ നിൽക്കുമെന്ന് തോന്നില്ല. കാരണം അത്രയ്ക്കും വലിയ ഒരു ആൾക്കൂട്ടമാണ് ഈ പ്രദേശത്ത് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഇതൊരു ഹൈവേ ആണ്. ഹൈവേയുടെ മുകളിലും അതുപോലെ തന്നെ താഴെയുമായൊക്കെ വലിയ ആൾക്കൂട്ടം തന്നെയാണ് ഉള്ളത്. ഷരീഖ് നവാസാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. എന്തായാലും തമിഴ്നാട്ടുകാരുടെ താരാരാധന, താരരാഷ്ട്രീയം, ഇതൊക്കെ നമുക്കറിയാം. അങ്ങനെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തമിഴ്നാട്ടിലേക്ക് ഈ താരരാഷ്ട്രീയം അത് വീണ്ടും വരികയാണോ എന്ന് തിരഞ്ഞെടുപ്പ് ചിഹ്നമായ വിസിലെല്ലാം മുഴക്കിക്കൊണ്ട് അത്രയും ആവേശത്തോടു കൂടി തന്നെ നിൽക്കുകയാണ്. അത് മാത്രമല്ല, സുരക്ഷാ ക്രമീകരണങ്ങളും അതുപോലെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അപ്പൊ എന്തായാലും ഈ ആൾക്കൂട്ടമൊക്കെ വോട്ടാകുമോ? ഷാരിക്ക് പറഞ്ഞ പോലെ ചെറിയ കുഞ്ഞുങ്ങളും, പക്ഷെ കൂടുതലും യുവാക്കളും സ്ത്രീകളും ഒക്കെയാണ് അവിടെ വരുന്നത്. മിക്കവാറും ഈ സ്ത്രീകൾ വോട്ട് ഡിറ്റർമിൻ ചെയ്യുന്ന കുടുംബങ്ങളിലൊക്കെ വോട്ട് ആർക്ക് പോകും, വിജയിക്കുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.